നമസ്കാരം, എൻ്റെ പേര് രജി. നമ്മളിന്ന് നിൽക്കുന്നത് വിശ്വദർശിനി TTIയുടെ മുന്നിലാണ്. ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾ സയൻ തീറ്റ എന്ന പേരിൽ 2025-26 അധ്യയന വർഷത്തെ സയൻസ് എക്സിബിഷനും ഫുഡ് ഫെസ്റ്റിവലും നടത്തുകയാണ്. അപ്പോൾ നമുക്ക് പോയാലോ അവരുടെ എന്തൊക്കെയാണുള്ളതെന്ന് കാണാൻ. വിശ്വദർശിനി ITIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിൻ്റെയും സയൻസ് ഫെസ്റ്റിൻ്റെയും ആ ഒരു വേദിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ സയൻസ് ഫെസ്റ്റിൻ്റെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ശാസ്ത്രീയ ചിന്ത വളർത്തുക, അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, കുട്ടികൾക്കായിട്ടുള്ള ഒരു പങ്കാളിത്തം വളർത്തുക, ഈ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ആ ഒരു സയൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു കൾച്ചറലായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമ്മൾ ധാരാളം ഭക്ഷണ വൈവിധ്യങ്ങളുള്ള ഒരു നാടാണ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ഒരു വൈവിധ്യം, ഭക്ഷണ വൈവിധ്യം പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആ ഒരു ഫുഡ് ഫെസ്റ്റിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ ഉയർത്തി കാണിക്കുന്നത്. നാഷണൽ സയൻസ് ഡേയുടെ ഭാഗമായിട്ട് സയൻസ് ഫെസ്റ്റ് നടത്തുന്നുണ്ട്, ഫുഡ് ഫെസ്റ്റ് നടത്തുന്നുണ്ട്. ഹോം മെയ്ഡ് ഫുഡിൻ്റെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത രുചികൾ കുട്ടികൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത്. സയൻസ് എക്സിബിഷൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പുരാവസ്തു ശേഖരണമാണ്. പണ്ടത്തെ പത്രങ്ങളുടെ ശേഖരണം, കോയിൻ കളക്ഷനുകളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഡാർക്ക് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലോർ ദി ഡാർക്ക് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ അതിനകത്ത് പ്ലാനറ്റ്സും അതുപോലെ തന്നെ റോക്കറ്റുമൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്തുള്ള കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് കാണാം. പോയാലോ?
എൻ്റെ പേര് പ്രിയദർശിനി. ഞാൻ വിശ്വദർശിനി TTAയുടെ പ്രിൻസിപ്പളാണ്. നമ്മുടെ നാഷണൽ സയൻസ് ഡേയോടനുബന്ധിച്ച് എല്ലാ വർഷവും സയൻസ് ഫെസ്റ്റും അതുപോലെ ഫുഡ് ഫെസ്റ്റും നമ്മുടെ വിശ്വദർശിനി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്താറുണ്ട്. ഈ വർഷത്തെ സയൻസ് ഫെസ്റ്റും അതുപോലെ ഫുഡ് ഫെസ്റ്റും മാർച്ച് 9, അതായത് ഇന്നേ ദിവസമാണ് ഇവിടെ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞായിരുന്നു. എല്ലാ കുട്ടികളും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. മാത്സും അതുപോലെ സയൻസുമാണ് മെയിനായിട്ടുള്ള സബ്ജക്റ്റ് ഇവിടെ എക്സിബിറ്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഫുഡ് ഫെസ്റ്റിനും എല്ലാ കുട്ടികളുടെ പങ്കാളിത്തവുമുണ്ട്. ക്രാഫ്റ്റ് ഉണ്ട്, അതുപോലെ ആർട്ടിഫാക്ട്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, മെഗന്തി ഫെസ്റ്റ്, ക്രാഫ്റ്റ് സ്റ്റാൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം നമ്മുടെ കുട്ടികളെല്ലാം ട്രെയിനിങ്ങിന് പോയിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഇങ്ങോട്ട് വന്നത്. അവർക്ക് ആ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല രീതിയിലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊരു വിജയമാക്കി തീർക്കാൻ വേണ്ടി എല്ലാ കുട്ടികളും അതുപോലെ എല്ലാ അധ്യാപകരും പ്രയത്നിക്കുന്നുണ്ട്. എൻ്റെ പേരിൽ ഞാൻ എല്ലാ കുട്ടികൾക്കും ആശംസകൾ അറിയിക്കുകയാണ്. ഫെബ്രുവരി 28 സയൻസ് ഡേയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ സയൻസ് എക്സിബിഷനൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ച വളർന്നു വരുന്ന തലമുറകളിലേക്ക് കൊണ്ടുവരിക എന്ന ആശയത്തോടു കൂടിയാണ് ഓരോ അധ്യാപക വിദ്യാർത്ഥികളും ഇന്ന് ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത്.